ആരോഗ്യ കേരളത്തിന് ഇന്ന് അഭിമാന ദിവസമാണ്. രാജ്യത്ത് ആദ്യമായി ഒരു സർക്കാർ ജനറൽ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. ഹൃദയം മിടിക്കാൻ പോകുന്നത് അതിർത്തി കടന്നെത്തിയ അതിഥിയിൽ. രാജ്യാതിർത്തികൾ ഭേദിച്ചുള്ള കേരളത്തിന്റെ കരുതലാണ്. ഇതിനു മുൻപ് പലതവണ എയർ ആംബുലൻസുകൾ ഹൃദയവുമായി കൊച്ചിയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ അവയെല്ലാം പോയത് സ്വകാര്യ ആശുപത്രിയിലേക്കായിരുന്നു. ഇന്നത്തെ ലക്ഷ്യം അത് എറണാകുളം ജനറൽ ആശുപത്രി. കൊല്ലം ഇടവട്ടം ചിറക്കര സ്വദേശി ഷിബു വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ചു. പ്രിയപ്പെട്ടവനെ നഷ്ടപ്പെട്ട വേദനയ്ക്കിടയിലും ഷിബുവിന്റെ കുടുംബം അവയവദാനത്തിന് സന്നദ്ധരായി. ചരിത്രം തുടങ്ങിയത് അവിടെ നിന്നാണ്. ആ കുട്ടിയുടെ ജീവിതം മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ജീവിക്കുന്നത്. കാരണം ഇതെല്ലാം വേറെ ഓപ്ഷൻ ഇല്ല. സഹോദരി മരിച്ചിട്ട് 24ാമത്തെ വയസ്സിലാണ് സഹോദരി മരിക്കുന്നത്. അപ്പോൾ ഇനി 2-3 വർഷം കൂടെ ആയുസുള്ളൂ എന്നാണ് അതിൻ്റെ ആ ഭീതിയിലാണ് ആ കുട്ടി എത്രയും നാൾ ജീവിച്ചുകൊണ്ടിരുന്നത്. നമ്മളെ മാത്രം ആശ്രയിക്കുന്ന ഒരു രോഗിക്ക് എന്തുമാത്രം പ്രാധാന്യം കൊടുക്കണമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലൂടെയാണ് നമുക്ക് ഈ സംഭവം എന്ന് പറയുന്നത്. നേപ്പാൾ സ്വദേശിനിയായ ദുർഗ കാമിയിലാണ് ഇനി ഷിബുവിന്റെ ഹൃദയം മിടിക്കുക. ഹൈപ്പർ ട്രോഫിക് കാർഡിയോ മയോപ്പതി എന്ന ഗുരുതര രോഗത്തിന് ചികിത്സ തേടിയാണ് ദുർഗ കേരളത്തിലേക്ക് എത്തിയത്. വലിയ ചികിത്സാ ചെലവ് താങ്ങാൻ പറ്റാത്തതുകൊണ്ട് ജനറൽ ആശുപത്രിയിലെത്തി. വിദേശ വനിതയാണല്ലോ. അവയവദാനത്തിനുള്ള മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുന്നതിൽ തടസ്സങ്ങളുണ്ടായിരുന്നു. ഹൈക്കോടതിയിൽ പോയി ഇളവ് നേടി. ഷിബുവിന്റെ ഹൃദയം ഇനി അതിർത്തി കടന്നെത്തിയ ദുർഗയിൽ മിടിക്കും. ഹൃദയപൂർവ്വം കേരളത്തിന്റെ കരുതൽ. മറ്റൊരു കാര്യം കൂടി നമ്മൾ ഇവിടെ ഓർക്കണം. കുറച്ചു മനുഷ്യർ അന്യസംസ്ഥാനക്കാരനെ അന്യരാജ്യക്കാരനെന്ന് പറഞ്ഞ് തല്ലിക്കൊന്നു. കുറച്ചു മനുഷ്യർ അന്യരാജ്യക്കാരിക്കായി ഹൃദയം പകുത്തു നൽകി. നമുക്ക് ഹൃദയം മുറിച്ചു നൽകുന്ന കേരളം മതി.